എത്ര വില കൂടി പുതപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഉടുത്ത മുണ്ട് പുതച്ചിറങ്ങുന്നൊരു സ്വഭാവം. അതൊരു വേറെ ലെവൽ തന്നെയാണ്. ചാടിയിട്ട് നോക്കിയപ്പോഴാണ് ഇന്ന് പള്ളിയിൽ പോകുന്ന സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പൊറോട്ടയും ബീഫും കഴിക്കണമെന്നൊരു ആഗ്രഹം. ഒന്നും നോക്കില്ല, പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് ആഗ്രഹമായി ഞാൻ ചെന്ന് കയറി എൻ്റെ അക്കൗണ്ടിലേക്കാണ്. എൻ്റെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ അക്കൗണ്ട് ബാലൻസ് സീറോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ അബി ദോസ്തുകളെ നമ്മുടെ ചങ്കിനെ അങ്ങ് വിളിച്ചിട്ട്, ഹലോ എടാ, ഞാൻ ഈ പമ്പിൽ പെട്രോൾ ചെയ്യാൻ പോയി എൻ്റെ ഗൂഗിൾ പേ വെക്കാനുള്ള എന്നാ അറിയാം സെർവറിൻ്റെ പ്രശ്നമാണ്. ഇനി എനിക്കൊരു 150 ഗൂഗിൾ പേ തരും. അതിന് വൈകിട്ട് ആ ആ അങ്ങോട്ട് ആ ശരി. അവനൊരു മണ്ടനായതുകൊണ്ട് എന്നോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവനിക്ക് പൈസ അയച്ചു. പിന്നെ ഒന്ന് നോക്കില്ല, എല്ലാം ഷടപടേന്നായിരുന്നു. വേഗം പല്ല് തേച്ചു, മുടിയൊക്കെ ചെയ്ത് ഒരു ടീഷർട്ടും വലിച്ചു കയറ്റി ഞാൻ നേരെ പൊറോട്ടയും ബീഫും കഴിക്കുന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നേരത്തെ പുറത്തോട്ടിറങ്ങി നമ്മുടെ സ്വന്തം സ്പ്ലെൻഡർ എടുത്തുകൊണ്ട് ഞാൻ ഒറ്റ പോക്കാണ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ആഹാ, എന്താ ഭംഗിയല്ലേ. റോഡ് മുഴുവൻ കുണ്ടും കുഴിയാണ്, എന്നാലും കുഴപ്പമില്ല. ഈ പ്രകൃതി രമണിയുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ശവക്കോട്ടപ്പാലം. ഇവിടെ ഒരു ശവക്കോട്ടയുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ശവക്കോട്ടപ്പാലം എന്ന് പറയുന്നത്. അങ്ങനെ ഇതിലെ കൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനം ഒറ്റ ലക്ഷ്യം പൊറോട്ടയും ബീഫും. ഇത് പോകുന്ന വഴിക്ക് കാണുന്നത് നല്ല നാടൻ പന്നി വെട്ടുന്ന സ്ഥലം. അതൊരു ഷാപ്പിൻ്റെ മുമ്പിൽ നല്ല സൂപ്പർ പന്നിയിറച്ചി കിട്ടും കേട്ടോ അവിടെ. അത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ വന്നു, കടയിൽ നല്ല തിരക്കൊണ്ട് ഞാൻ നേരെ അകത്തോട്ട് കയറി കൈയ്യങ്ങ് കഴിയേക്കാമെന്ന് വരുത്തി കൈ കഴുകുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. വേഗം ചെന്നു, കൈ കഴുകി നേരെ തിരിച്ചു വന്ന് ടേബിളിൽ ഇരുന്ന് 2 പൊറോട്ട ഒരു ബീഫ് ഓർഡർ ചെയ്ത് വെയിറ്റിംഗ് ആണ്. ആ തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മൾ നല്ല ചൂട് പറക്കുന്ന പൊറോട്ട, അതുപോലെ നല്ല ചൂട് ബീഫും വന്നു. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു പൊറോട്ട കീറി ഒരു കഷ്ണം ചാറിലും നമുക്ക് ഇതിങ്ങെടുക്കുമ്പോൾ എൻ്റെ മോനെ സ്വർഗം, ഒന്നും പറയില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടത് ഒന്നുകൂടി കാണിക്കാതെ നോക്കിക്കോ. നല്ല ഒരു കഷ്ണം ബീഫും നല്ല ചൂട് പൊറോട്ടയും ആയി ഉറങ്ങും. അത് 2 പൊറോട്ട തീർന്നു, വേറെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു. പൊറോട്ടയൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തു ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ടാറ്റ.